യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷമുള്ള ശരീരവും ഉടമ്പടി പെട്ടകവും ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന അവകാശവാദവുമായി ശാസ്ത്രജ്ഞർ രംഗത്ത് വന്നിരിക്കുകയാണ്. 2 ചരിത്രപരമായ പുരാവസ്തുക്കളും പിരമിഡിനുള്ളിലെ രഹസ്യ അറയായ കേവ് ഓഫ് ദി പാത്രിയാർക്കിസിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് ബ്രിട്ടീഷ് നരവംശ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ വാർണർ പറയുന്നു. ക്രിസ്തുവിന്റെ ശവക്കല്ലറയും ഉടമ്പടിപ്പെട്ടകവും ഒരു വലിയ കൽക്കട്ട കൊണ്ട് അടച്ചിരിക്കുന്ന ഇരുണ്ട ഗുഹയ്ക്കുള്ളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ് വാർണർ പറയുന്നത്. സതേൺ പാസേജ് വേ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തുരങ്കത്തിനടുത്താണ് ഈ ഗുഹ. തുരങ്കത്തിന്റെ അവസാന ഭാഗത്തെ കൽക്കട്ട അതിന്റെ ഘടന അവസാനിക്കുന്നിടത്തല്ല എന്നും വാർണർ ചൂണ്ടിക്കാട്ടി. വർഷങ്ങളുടെ തന്റെ സർവേയിൽ ഈ പോയിന്റിനപ്പുറത്തേക്ക് മനുഷ്യനിർമ്മിത ഘടനകളുടെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ടും വാർണർ അവകാശപ്പെടുന്നു. പിരമിഡിനുള്ളിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വാർണർക്ക് ഉറപ്പുണ്ട്. യേശുക്രിസ്തുവിന്റെ ശവക്കല്ലറയും ഉടമ്പടി പെട്ടകവുമാണ് പിരമിഡിനുള്ളിൽ മറഞ്ഞിട്ടുള്ളത് എന്നും വാർണർ അവകാശപ്പെടുന്നു. ഇതിൽ രണ്ടാമത്തേത് പവിത്രമായ സ്വർണം പൂശിയ ഒരു മരപ്പെട്ടിയാണ്. ക്രിസ്തുമതത്തിലും ജൂതമതത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളതും ദൈവം മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകൾ വഹിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നതുമായ പെട്ടിയാണത്. വാർണർ കഴിഞ്ഞ 10 വർഷമായി ഈ മേഖലയിൽ വിപുലമായ ഗവേഷണം നടത്തി വരികയാണ്. 2021 അദ്ദേഹം തന്റെ കണ്ടെത്തലുകൾ ഈജിപ്ഷ്യൻ സുപ്രീം കൗൺസിൽ ഓഫ് ആന്റിക്വിറ്റീസിന് മുന്നിൽ അവതരിപ്പിച്ചു. ഈ കണ്ടെത്തലുകൾ എല്ലാ മനുഷ്യരാശിയുടെയും പ്രയോജനത്തിനായുള്ള ശാസ്ത്ര വിപ്ലവമാണ് എന്നാണ് സയൻസ് ഓഫീസ് ഡയറക്ടർ അന്ന് പറഞ്ഞത്. തന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും വാർണർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ പിരമിഡ് ഘടനയുടെ ഏറ്റവും ആഴമേറിയതും വിദൂര ഭാഗത്തു നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ചാണ് വാർണർ തന്റെ വാദങ്ങൾ നിരത്തുന്നത്. ജൂതമതത്തിന്റെയും ക്രിസ്തുമതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള സൂചനകളെ മെസപ്പൊട്ടോമിയയിലെ കളിമൺ ഫലകങ്ങളിലെ പുരാതന ലിഖിതങ്ങളുമായും അദ്ദേഹം താരതമ്യം ചെയ്യുന്നുണ്ട്. ഈ വിവരങ്ങൾ വിശകലനം ചെയ്തതിലൂടെ മൗണ്ട് സീനായ്, മൗണ്ടെയിൻ ഓഫ് ഇസ്രയേൽ, മൗണ്ട് ഓഫ് ഒലീവ്സ്, മൗണ്ട് സിയോൺ, ഖുറാനിലെ വെളിച്ചത്തിന്റെ പർവ്വതം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഗ്രേറ്റ് പിരമിഡിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നും വാർണർ പറയുന്നു. യേശു ഗിരിപ്രഭാഷണം നടത്തിയത് പിരമിഡിൽ വെച്ചാണ് എന്നും വാർണർ വിശ്വസിക്കുന്നു. സതേൺ പാസേജ് വേയുടെ അറ്റത്തുള്ള അവസാന കല്ല് നീക്കണമെന്നാണ് വാർണറിന്റെ ഇപ്പോഴത്തെ ആവശ്യം. എന്നാൽ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന് ഒരു തടസ്സം നേരിട്ടു. ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറിയ ശേഷം വാർണറിന്റെ സ്കാൻ പിരമിഡ് മിഷന്റെ കൺസൾട്ടന്റായി നിയമിച്ചു. ഫ്രാൻസ്, കാനഡ, ജപ്പാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെയും എഞ്ചിനീയർമാരുടെയും ഒരു അന്താരാഷ്ട്ര കൺസോർഷ്യമാണിത്. തന്റെ പക്കലുള്ള വിവരങ്ങൾ അവരുമായി പങ്കുവെക്കണമെന്ന വ്യവസ്ഥയിൽ സതേൺ പാസേജ് വേയുടെ അവസാന ബ്ലോക്കിനപ്പുറം സ്കാൻ ചെയ്യാൻ ഈ ടീം സമ്മതിച്ചതായി വാർണർ വിശദമാക്കി. എന്നാൽ തനിക്ക് നൽകിയ വാഗ്ദാനം ഈ ടീം പാലിക്കുന്നില്ല എന്ന് വാർണർ ആരോപിക്കുന്നു. തന്നെ സഹായിക്കാനും അന്താരാഷ്ട്ര തർക്കം തടയാനും അദ്ദേഹം ലെബനൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ഈജിപ്തിന്റെ മുൻ ടൂറിസം മന്ത്രിയായ സാഹി ഹവാസിനെയും അദ്ദേഹം പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതിന്റെ പേരിൽ വിമർശിച്ചിട്ടുണ്ട്. ഹവാസ് സ്വയം കരുതുന്നത് പിരമിഡുകളുടെ കാവൽക്കാരനായിട്ടാണ്. ഈജിപ്തിലെ ഉന്നത അധികാരികൾ തന്റെ ഗവേഷണങ്ങളിൽ ആവേശഭരിതരാണ് എങ്കിലും പഴയ നേതാക്കൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നാണ് വാർണർ പറയുന്നത്. പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നാണ് വാർണർ ആഗ്രഹിക്കുന്നതും. തന്റെ കണ്ടെത്തൽ മധ്യേഷ്യയിൽ സമാധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു.